Hello everyone, I am Mrs. Neetu Manoj, Academic Counselor at Kottayam Academics. Today we have with us a remarkable achiever, Dr. Philip from Trivandrum Medical College 2018 batch, who secured All India rank 6. So welcome Dr. Philip and congratulations. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എപ്പോഴായിരുന്നു പി ജി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്? ഏതൊക്കെ റിസോഴ്സ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ത്രൂ ഔട്ട് MBBS തൊട്ട് തുടങ്ങുവാണെങ്കിൽ മൾട്ടിപ്പിൾ റിസോഴ്സസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ മുതൽ ഞാൻ കോളേജ് എക്സാംസിൻ്റെ എന്നുള്ള രീതിയിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നോട്ട് എഴുതുക ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരപ്പോഴൊന്നും ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും സോൾവ് ചെയ്യുന്നില്ല. പിന്നെ ഹൗസ് സർജൻസി തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പാർട്ടിയിലേക്ക് വന്നത്. പാർട്ടിയിലെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എൻ്റെ റിസോഴ്സിനൊക്കെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ സീരീസ് ഒക്കെ. അതിൻ്റെ കൂടെ മാരോയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഹൗസ് സർജൻസിയുടെ സമയം കൊണ്ട് ഒരു 10 to 12 സബ്ജക്ട്സ് ഞാൻ കവർ ചെയ്തായിരുന്നു. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു 173 റാങ്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയിട്ട് ഒരു 4 months കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നതാണ്. തിരിച്ചു വന്നിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇത്തവണത്തെ പ്രിപ്പറേഷൻ. ഈ ഒരു ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ഒരു ഇനിഷ്യൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഇനിഷ്യൽ എക്സാം ഞാൻ ഹൗസ് സർജൻസിയുടെ സമയത്ത് പഠിക്കാൻ തുടങ്ങിയത് തന്നെ 2025 നീറ്റ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ്ലി കിട്ടിയ ഒരു റാങ്ക് ആയിരുന്നു ഈ കഴിഞ്ഞ തവണത്തെ. എന്നാലും കിട്ടി, അവിടെ പോയി ജോയിൻ ചെയ്തു. എത്രയായിരുന്നു റാങ്ക്? 173 ആയിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യാലിറ്റി അല്ലായിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെ അല്ലായിരുന്നു സ്പെഷ്യാലിറ്റി, കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ സമയത്തൊക്കെയും നിതിൻ സാർ, DBMC നിതിൻ സാറൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം സ്റ്റേ ബാക്ക് ചെയ്യാൻ വേണ്ടി തന്നെ നിർബന്ധിച്ചു. പിന്നെ പറ്റത്തില്ല എന്നായപ്പോഴത്തേക്കും എന്നാൽ പിന്നെ തിരിച്ച് വന്ന് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള രീതിയിലും അഡ്വൈസ് ചെയ്തായിരുന്നു. പിന്നെ അത് മാത്രവുമല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ കുറേ ടോപ്പേഴ്സിനെയൊക്കെ അവിടെ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഏത് റിസോഴ്സ് യൂസ് ചെയ്താലും അതിൻ്റെ കൂട്ടത്തിൽ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ, പാർട്ടിയുടെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ബൂസ്റ്റ് കാണും നമ്മുടെ പ്രിപ്പറേഷൻ. അതുകൊണ്ടാണ് ഞാൻ പാർട്ടിയുടെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷന് കൂടി, എനിക്ക് വളരെ കുറച്ച് സമയമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ജനുവരി മുതൽ. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന നോട്ടുകൾ, പിന്നെ കുറച്ച് റാപ്പിഡ് റിവിഷൻ വീഡിയോസ്, പിന്നെ മെയിൻലി മാരോയുടെ ക്വസ്റ്റ്യൻ ബാങ്കും പാർട്ടിയുടെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ വീഡിയോസുമാണ് കണ്ടത്. പാർട്ടിയുടെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ വീഡിയോസ് നമ്മൾ നോട്ട് വായിക്കുന്നതിനേക്കാളും ഒക്കെ ഒരു പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് കിട്ടുന്നത് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ കാണുമ്പോഴാണ്. അപ്പം ഇത് ലൈവ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ അല്ലെങ്കിൽ DBMCI 1 വരുന്ന റെക്കോർഡ് വേർഷൻ ഞാൻ ഒരുമാതിരി എല്ലാ സബ്ജക്റ്റിനെയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ഓക്കെ, എങ്ങനെ മാനേജ് ചെയ്തു സ്ട്രെസ്സും പിന്നെ ഒരു മോട്ടിവേഷൻ ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്തു ഡോക്ടർ? തിരിച്ചു വന്ന സമയത്തേക്ക് ഞാൻ എടുത്ത ഡിസിഷൻ ശരിയായിരുന്നോ എന്നൊക്കെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ DBMCI അക്കാഡമിക്സിൻ്റെ നിതിൻ സാറും ഒക്കെ ആയിരുന്നു. എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണം, അതായത് എനിക്കിനി ഒരു കംപ്ലീറ്റ് മെയിൻ വീഡിയോസ് കണ്ട് പഠിക്കാനുള്ള സമയമില്ല, അതുകൊണ്ട് ഏതിൽ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ അഡ്വൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, ഇതിനു മുമ്പ് എയിംസ് പ്രിപ്പയർ എഴുതിയിട്ടുണ്ടായിരുന്നു, ഡോക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു മെൻറ്റർഷിപ്പ് ഡോക്ടറിന് എങ്ങനെ യൂസ്ഫുള്ളായി? നമ്മുടെ മെൻറ്റർഷിപ്പ് തന്നെ എങ്ങനെ അത് യൂസ്ഫുള്ളായി? അതാണ് ഏത് പഠിക്കണം, ഏത് ഭാഗം പഠിക്കണം, ഏത് ഭാഗം സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പം വരത്തില്ല. കാരണം ഈ ഒരു 4.5 months ആയിരുന്നു ഞാൻ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ മെയ് മാസത്തിലെ പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ജനുവരി വരെയും ഞാൻ പ്രിപ്പയർ ചെയ്യാതെ ബ്ലാങ്ക് ആയിട്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു 0യിൽ നിന്ന് തന്നെ തുടങ്ങുന്ന രീതിയിലായിരുന്നു പ്രിപ്പറേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഭാഗം പഠിക്കണം, ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണം, എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ അഡ്വൈസ് ചെയ്തതും ഒക്കെ നിതിൻ സാറൊക്കെ ആയിരുന്നു ഇവിടുത്തെ. അപ്പോൾ അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ കിട്ടുമോ, ഇനി എഴുതണോ എന്നൊക്കെ ആലോചിച്ചിരുന്നപ്പോഴും ഇനിയാണെങ്കിലും സമയമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നു എല്ലാം സാറാണ്. അപ്പോൾ ഈ തവണ പ്രിപ്പറേഷൻ മൊത്തം വീട്ടിലിരുന്നിട്ട് തന്നെയായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? എനിക്ക് ഞാൻ തിരിച്ചു വന്ന സമയത്തേക്ക് എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയും ഫേസ് ടു ഫേസ് ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിന് ബാക്കി ഫേസ് ടു ഫേസ് എങ്ങും പോയി പഠിക്കാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നോട്ടുകൾ ഉണ്ടായിരുന്നു, ഒരു 12 സബ്ജക്റ്റുകളുടെ. അതിൻ്റെ കൂടെ ചില റാപ്പിഡ് റിവിഷൻ വീഡിയോസ്, ക്വിക്ക് റിവിഷൻസ് ഒക്കെ. അതിൻ്റെ കൂടെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ട സബ്ജക്റ്റുകളുടേതും അല്ലാത്ത സബ്ജക്റ്റുകളുടേതും എല്ലാം പാർട്ടിയിൽ നിന്ന് കാണുമായിരുന്നു. നേരത്തെ ഒരു തവണ കവർ ചെയ്തതാണെങ്കിൽ പോലും ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കാണുമായിരുന്നു. അപ്പോൾ അതൊരു ഷോർട്ട് പീരീഡിനുള്ളിൽ ഫുൾ തീർക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. സോ നെക്സ്റ്റ് നമുക്കൊരു റാപ്പിഡ് ഫയർ ആൻഡ് ഒരു പേഴ്സണൽ റൗണ്ട് ആണ്. റെഡിയാണോ? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ഫൈൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഇൻസെറ്റ് വാസ് എ മൂവി, വാട്ട് വുഡ് ഇറ്റ്സ് ടൈറ്റിൽ ബി? The Medical Marathon or something like that. Okay, next, which medical subject would you send on a long vacation, never to return? Community medicine. It had a lot to remember and a lot of updates and all. അതൊരു ഹേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റ് ആണോ? പാടുള്ള സബ്ജക്റ്റ് ആണ്. പാടുള്ള സബ്ജക്റ്റ് ആണ്. ഫൈൻ. നൗ
What is the weirdest place you have revised notes? കാറിലിരിക്കുമ്പോൾ ജേർണിയുടെ സമയത്തൊക്കെ. Okay, fine. Which app did you check more? Maro, DBMCA Live or Instagram? മാരോ ഈ കസ്റ്റം മോഡ്യൂൾസ് ഒക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കുമായിരുന്നു. Okay. അപ്പം ഹോബി എന്തൊക്കെയാണ്? റീഡിംഗ് ആണ് മെയിൻലി ഉള്ള ഹോബി, പിന്നെ ഡ്രോയിങ്, പെയിൻറ്റിങ് ഒക്കെ. Okay. Now, favorite travel destination? ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിലും പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു അവിടെ പഠിച്ചിരുന്ന സമയത്ത്, പക്ഷേ എങ്ങും അധികം പോകാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ പൊന്മുടി, വർക്കല, അങ്ങനെ പല സ്ഥലങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. ഫ്രണ്ട്സ് ആയിട്ട് എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല? സമയം കിട്ടിയിട്ടില്ല അതിൽ. സമയം കിട്ടിയിട്ടില്ല, ബിസി ഷെഡ്യൂൾ ആയിരുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. Okay, അപ്പോൾ റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞിരിക്കാം. സോ ഡോക്ടർ, നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ആസ്പിറൻസിനോട് ഡോക്ടറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ്. എല്ലാവർക്കും അതിന് ക്രാക്ക് ചെയ്യാനൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. പഠിക്കുക, നിങ്ങൾ പഠിക്കുന്ന രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻസും ക്വസ്റ്റ്യൻ ബാങ്കും GTയും ഒക്കെ വെച്ചിട്ട് നിങ്ങളെ തന്നെ അസസ് ചെയ്യുക. അപ്പോൾ അതിലൂടെ പ്രിപ്പറേഷൻ ശരിക്കുള്ള വഴിയിലാണോ പോകുന്നതെന്ന് മനസ്സിലാകും. പിന്നെ മെൻറ്റർഷിപ്പ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് DBMCA ന്ന്. അതും വളരെ ഹെൽപ്ഫുള്ളാണ്. ഓൾറെഡി എക്സാം പാസ് ഔട്ട് ആയിരിക്കുന്ന ആൾക്കാരുടെയും ഒക്കെ എക്സ്പീരിയൻസുകളും കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അനുസരിച്ച് മാറ്റം വരുത്തുക. GTകളൊക്കെ ചെയ്ത് കൂടുതൽ ബെറ്റർ ആക്കാൻ നോക്കുക, അതാ പറയാം. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പം വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.